ഹലോ, എന്താ പറയൂ? എന്താ ആകെ ഇലക്ഷന്റെ ആകെ എന്താ പറയാ, ഇലക്ഷന്റെ റിസൾട്ട് ഒക്കെ അറിഞ്ഞ് ചൂട് ചിലരൊക്കെ വളരെ ആഹ്ലാദിക്കുമ്പം പ്രതീക്ഷിക്കാത്തൊരു അടിയായി ചിലർക്ക് പ്രതീക്ഷിക്കാത്ത അടിയായി. അങ്ങനെ സങ്കടത്തിന് കുറച്ച് പേരും ദുഃഖത്തിന് സന്തോഷത്തിന് കുറച്ച് പേരും സങ്കടത്തിന് കുറച്ച് പേര്. അതെ, അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പം അല്ലേ? ഇവിടെയൊക്കെ എന്നാ വെടിപൊട്ടിക്കലാണ്. പിന്നെ ഞാൻ പോകുമ്പോഴല്ലോ ഞങ്ങളുടെ അടുത്ത സ്ഥാനാർത്ഥി ജയിച്ച സ്ഥാനാർത്ഥി കേട്ടോ വണ്ടിയിൽ കയറി നിൽക്കുന്നുണ്ട്. അപ്പൊ അവരുടെ പാർട്ടി ഓഫീസ് ഇപ്പൊ നമ്മള് കുറച്ചുകൂടെ പോയാൽ മതി, വഴിയില്ല ഞാൻ പാർട്ടി ഓഫീസ് അവരുടെ. അപ്പൊ ഞാനിങ്ങനെ പോകുമ്പോ നമ്മൾ പരിചയക്കാരെ അവരെ പിള്ളേരെ കണ്ടപ്പോ ചേച്ചി പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ഞാൻ പോയിട്ടാ. അപ്പൊ ഇവര് അവിടെ ജയിച്ച സ്ഥാനാർത്ഥി അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ വണ്ടിയിൽ കയറി നിൽക്കുക, ഒരു ആദ്യം പുറപ്പെടാനായിട്ട്. ഓക്കെ. എന്നിട്ട് അപ്പൊ എന്നെ കണ്ടപ്പോ അങ്ങനെ അകലെന്നെ കണ്ടപ്പോ ചേച്ചി, അപ്പൊ ഞാൻ വൈകിയാൻ പോയിട്ടോ, ഞാനത് ഉടക്കിയിട്ടുണ്ട് മുമ്പ്. ലേഡിയാണോ? ലേഡി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വഴി പ്രശ്നം വന്നിട്ടോ. ഞങ്ങളുടെ വഴിയിൽ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ഒരു പോലീസ് കേസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വഴി അവിടെ പ്രശ്നമായിട്ട് അവര് കേസ് കൊടുക്കലും. അപ്പൊ ഇവരുടെ അടുത്ത് നമ്മൾ വിളിച്ചു പറഞ്ഞു, ചെന്ന് പറഞ്ഞിട്ടും പോലും ഇവര് നമ്മളോടൊക്കെ ഒന്ന് എന്താന്ന് അന്വേഷിക്കാൻ ഒരു കൗൺസിലർ ഒന്ന് നൽകി ഒന്ന് നമുക്ക് വഴിയുടെ പ്രശ്നമാണ്, അത് നമ്മുടെ വീട്ടിലത്തെ പ്രശ്നമല്ല. അപ്പൊ അതിന് പോലും വന്നിട്ടില്ല. അപ്പൊ വോട്ടിന്റെ ഇത് ചോദിക്കാനായിട്ട് വന്നപ്പോ അവിടെ ഉള്ള ആൾക്കാരെ മുഴുവൻ തെറി കിട്ടുമായിരുന്നു. അവരെ വീട്ടിൽ കയറുമ്പോഴും പറയണ്ട, അയ്യോ ചേച്ചി അവിടെ നിന്ന് എന്നെ കുറെ കിട്ടി വയറ് നിറഞ്ഞിട്ടോ, ഒന്നും പറയണ്ടത് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് അത് അങ്ങനെ ഞങ്ങളായിട്ട് സോൾവ് ആക്കി. ഞങ്ങൾ ഈ പോലീസ് സ്റ്റേഷൻ കയറലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരൊന്നും കിട്ടിയില്ല. അപ്പൊ അങ്ങനെ ആ ഒരു ഇത് ഞാനായിട്ട് അങ്ങനെ ഉടക്ക് കഴിഞ്ഞിട്ടുള്ള കാരണം ഞാൻ പിന്നെ മൈൻഡ് ചെയ്യാൻ പോയില്ല. അപ്പൊ വണ്ടിയുടെ അടുത്തെത്തിയപ്പോൾ എൻ്റെ അടുത്ത് എന്നെ കണ്ടു, ചേച്ചി എന്നിട്ട് വിളിച്ചു വണ്ടിയിൽ നിന്നിട്ട്. എന്ന് നമ്മുടെ കൈയും കാണിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയി. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വഴിക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവര്. കുറെ എന്താ വണ്ടിയും കൊടിയും ജാതിയും ഒക്കെ ആയിട്ട് പടക്കം പൊട്ടിക്കലൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രതീക്ഷിക്കാത്തൊരു വിജയമായി പോയി അവര്. അവര് കൗൺസിലർ ആയിരുന്നു. അവരെന്നെ എപ്പോഴും നിന്നതേ ആയിരുന്നു. പിന്നെയും അവരെന്നെ നിന്ന് പേര് പറയാൻ. അപ്പൊ അത് കാരണം കൊണ്ട് അങ്ങനെ അപ്പൊ നമ്മുടെ ജയിച്ച പാർട്ടി ആയിട്ട് അങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടായി. അപ്പൊ അതിലും വലിയ രസം കേൾക്കണോ? അതിലും വലിയ രസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മയ്ക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് 10-76 വയസ്സായല്ലോ. അമ്മയ്ക്ക് ഷോർമക്കുറവും വയസ്സിന്റെ അല്ലാണ്ടുള്ള അസുഖങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ മരുമകള് ശ്രീജന ജോലി അവള് ഓഫീസിൽ നിന്ന് വന്നിട്ടാണ് എന്താണെന്ന് അറിയുന്നു. ഓഫീസ് ഇല്ല ശരിക്കും സെക്കൻഡ് സാറ്റർഡേ. അവൾക്ക് ഈ റീഡിങ്ങിന്റെ പ്രശ്നമായി കാരണം കൊണ്ട് കഴിയാത്തതുണ്ട്. ഈ ഒരു മാസത്തിറക്കി കഴിച്ചോളം എന്നൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ചിലപ്പോൾ പോയിട്ട് വന്നാൽ തോന്നുന്നു. അപ്പൊ എൻ്റെ അടുത്ത് തന്നെ കണ്ടപ്പോ പറഞ്ഞേ, ഞാനമ്മേ വന്നിട്ട് ടി വി ഒന്ന് വെച്ചപ്പോ അമ്മ വന്ന് ചോദിച്ചു, ആര് ജയിച്ചേ ചോദിച്ചു. അപ്പൊ ശ്രീജന LDF UDF എന്ന് പറഞ്ഞാൽ ഞാൻ അമ്മയ്ക്ക് അറിയില്ല, അതിനെ പറ്റിയിട്ട് അറിയില്ല. കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. അപ്പൊ ശ്രീജന പറഞ്ഞു, കോൺഗ്രസ് ജയിച്ച അമ്മയെന്ന് പറഞ്ഞു. ആരാ? വില്യ ജയിച്ചേന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അമ്മ 4 ചാട് അല്ലെങ്കിലൊക്കെ അങ്ങനെയൊക്കെ തന്നെ എണ്ണം പറഞ്ഞാൽ ഒക്കെ കൊണ്ടുപോയി അവർക്ക് കുത്തിണ്ടാവും പറഞ്ഞിട്ട് അമ്മ 4 ഡയലോഗുകളും കിട്ടും. പറയാം, അമ്മ അവിടെ ചാട്ടം കാണുന്നു. അപ്പൊ അമ്മാവിക്കാണെങ്കിൽ UDF LDF അങ്ങനെ പറഞ്ഞാൽ അറിയില്ല. പക്ഷെ ഈ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയുള്ളൂ. ഈ ആൾക്കാരെ പേരും പറയണം. ഇപ്പൊ ഇവരൊക്കെ നന്നായിട്ട് അറിയാം. എന്നിട്ട് അമ്മയുടെ ഡയലോഗൊന്നും അങ്ങനെയായിരുന്നു. ഞാൻ ചെന്നപ്പോ എന്നെ പറയണേ, എല്ലാം പോയി, എല്ലാം പോയി, ഒന്നും കിട്ടിയിട്ടില്ല, ഒക്കെ പോയി. എന്നാലേ എന്താ ഇങ്ങനെ ഉണ്ടാവോ? അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുട്ടറിഞ്ഞിട്ടാ പറയണോ? എല്ലാം പോയി, ഒന്നും കിട്ടിയിട്ടില്ല. ഇത് എന്തുട്ട അട്ടിമറിക്ക് നടന്നിട്ടുണ്ട്. അവര് കേൾക്കണ്ട, എന്തോ ഇതൊക്കെ നടന്നിട്ടുണ്ട് ഇതില്. അതാണ്, അല്ലാണ്ട് ഇങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല. ഒന്നും ഒക്കെ പോയിന്നാ പറയുന്നത്. അമ്മ വോട്ട് ചെയ്തു. അത് കേൾക്കണ രസം. അമ്മേനെ അനിയത്തി ഒന്ന് കൊണ്ടുപോയി വോട്ട് ചെയ്യാനായിട്ട്. അമ്മയ്ക്ക് ഇവിടെ സ്കൂളിലായിരുന്നു. അപ്പൊ അവിടുന്ന് ഓട്ടോ കൊണ്ടുപോയി. അപ്പൊ ഈ വോക്കറിലൊക്കെ നടക്കണേ. അപ്പൊ അവിടെ ചെന്നിട്ട് അപ്പൊ അവര് ഒരു ഓഫീസറും കൂടിയിട്ട് ചെന്നു. അപ്പൊ അനിയത്തിയും കൂടെ പോയി. അപ്പൊ അവരും കൂടെ ചെന്നു. അവരാണ് ചെയ്തത്. അപ്പൊ അവര് അമ്മോട് ചോദിച്ചു, അത്ര ആർക്കാ ചെയ്യണ്ടത് ചോദിച്ചോ. എനിക്ക് അരിവാളിനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞോന്ന്. ഞാനേ അതിപ്പോ എല്ലാവരും പറയൂട്ടാ, ഞാൻ വോട്ട് ചെയ്ത കാലം തൊട്ട് ഞാൻ ഇന്ന് വരെ മാറിയിട്ടില്ല. എനിക്ക് അതാ വേണ്ടു.
എന്നും പറഞ്ഞിട്ട് അത് അവരാണ് വോട്ട് ചെയ്തത് അമ്മയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അപ്പൊ ഇതൊക്കെ വലിയ ഗാമായിട്ട് ഇങ്ങനെ വന്നിരുന്ന് പറയണതേ. ഇന്നത്തെ സംഭവം ഇങ്ങനെയാ. എല്ലാം പോയി ഇതിലെന്തോ തിരുമറി നടന്നിട്ടുണ്ട്, എന്തോ തിരുമറി നടന്നിട്ടുണ്ട്. അതാണ് സംഭവം. പണ്ടൊക്കെയാണെങ്കിൽ പിന്നെ വിചാരിക്കാം എന്താ വെച്ചാൽ ഇതല്ലേ കടലാസിലോട്ട് ഇപ്പൊ ഇലക്ട്രോണിക് അതൊന്നും എനിക്ക് അറിയില്ലല്ലോ. അങ്ങനെ പറഞ്ഞാൽ വോട്ട് ഇങ്ങനെ ഇതാക്കുന്നു എന്നല്ലാതെ കണ്ട് വേറെ ഒന്നും അറിയണില്ല. അങ്ങനെ ഒന്ന് ചേച്ചി ചത്തു. എന്നിട്ടിപ്പോ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ ഇവരൊക്കെ ജാഥയുടെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അമ്മോട് ഞാൻ പറഞ്ഞത് വലിയൊക്കെ അതേ പോണ്ട് കണി പോയി കണ്ടോ, അമ്മയ്ക്ക് പോവാൻ നടക്കാൻ പറ്റില്ല, ഞാൻ ഒന്നും പാടില്ല, അവരൊക്കെ പൊക്കോട്ടെ വന്നിട്ട് ഇവരാ ജയിച്ചെന്ന് അറിഞ്ഞോട് കൂടിയിട്ട്. എന്നാ എല്ലാരും കിട്ടിയും കുഴപ്പമില്ല, ഇവിടെ ഇവര് ജയിക്കാൻ പാടില്ലായിരുന്നു. അതാണ് അമ്മയുടെ വിഷയം. അങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നു അറിയാം. ശ്രീജന പറയും ഇങ്ങനെ അമ്മാവ ഇവിടെ കിടന്ന് 4 തുള്ളലുകളായിരുന്നു. അയ്യോ അങ്ങനെ സംഭവിച്ചു. എന്നിട്ട് പിന്നെ വേറെ എന്താ പറയാ ഡിസ് കണ്ടു ജാഥയൊക്കെ പോണത്? ഒച്ച മേളവും കേട്ടു, പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ കേട്ടു. പടക്കം പൊട്ടിക്കലൊക്കെ കേട്ടു. ഇപ്പൊ അവരില്ല മടങ്ങിയിട്ടില്ല. കുറെ ഈ 9ാം ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഉണ്ട്, കുറെ സ്ഥലമുണ്ട്. അധികം മറ്റൊരു ഡിവിഷൻ വെച്ച് നോക്കുമ്പോൾ 9ാം ഡിവിഷനാണ് ഏറ്റവും അധികം വോട്ടർമാരൊക്കെ ഉള്ളത്. അപ്പൊ കുറെ സ്ഥലമുണ്ട്. അപ്പൊ ഇവരിങ്ങനെ ജാതിയും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വണ്ടിയിലും വീട്ടിലില്ല വെറുതെ റൊട്ടി കൊടുക്കണം, പടക്കം പൊട്ടിച്ചിട്ട് ഇങ്ങനെ സ്ഥാനാർത്ഥിനും കൊണ്ട് നടക്കണം. അങ്ങനെ സംഭവിച്ചു പറയാം.